ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ ഇൻറ്റേർണൽ സർഫസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ സർഫസിലായിട്ട് രണ്ട് പാർട്സാണ് വരുന്നത്, ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും. ഇതിൽ ഗ്രേ മാറ്ററിലായിട്ടാണ് ന്യൂക്ലിയസ് എല്ലാം കാണപ്പെടുന്നത്. വൈറ്റ് മാറ്ററിൽ കാണപ്പെടുന്നത് നെർവ് ഫൈബേഴ്സ് അല്ലെങ്കിൽ നെർവ് ട്രാക്സ് ആണ് വൈറ്റ് മാറ്ററിൽ കാണുന്നത്. അപ്പോൾ ഗ്രേ മാറ്ററിൽ ന്യൂക്ലിയയിലും വൈറ്റ് മാറ്ററിൽ നെർവ് ഫൈബേഴ്സും ആണ് കാണുന്നത്. ഇനി ഈ ഗ്രേ മാറ്ററിലായിട്ട് മീഡിയലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഗ്രേസിയൽ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഗ്രേസിലീസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അത് കാണപ്പെടുന്നത് ഗ്രേസിയൽ ട്യൂബർക്കിളിൻ്റെ ഉള്ളിലാണ്. ലാറ്ററലി നോക്കിക്കഴിഞ്ഞാൽ ക്യൂണിയേറ്റ് ന്യൂക്ലിയയാണ് കാണുന്നത്. അത് കാണുന്നത് ക്യൂണിയേറ്റ് ട്യൂബർക്കിളിൻ്റെ ഉള്ളിലാണ്. ഇനി ഒലീവ്സിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്നതാണ് ഒലിവറി ന്യൂക്ലിയസ്. ഒലീവ്സിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്നതാണ് ഒലിവറി ന്യൂക്ലിയസ്. ഇനി ഈ ഒരു മിഡിൽ പാർട്ടിലായിട്ട് കാണുന്നതാണ് റെറ്റിക്കുലാർ ഫോർമേഷൻ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു റോംബോയിഡ് ഫോസ റീജനെ പറ്റി ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഈ പറഞ്ഞ ന്യൂക്ലിയസ് എല്ലാം കാണപ്പെടുന്ന ആ ഒരു റീജനാണ് റോംബോയിഡ് ഫോസ. മെഡുല്ലയിൽ റോംബോയിഡ് ഫോസ റീജണിലായിട്ട് ഒരുപാട് ക്രേനിയൽ നെർവ്സും പാസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ പെർട്ടിക്കുലർലി പറഞ്ഞു കഴിഞ്ഞാൽ 8 to 12 ക്രേനിയൽ നെർവ്സ് ആണ് പാസ് ചെയ്ത് കാണുന്നത്. അതാണ് ഈ ഫിഗറിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഹൗ ദീസ് ന്യൂക്ലിയൈ ആർ അസോസിയേറ്റഡ് വിത്ത് ദ ട്രാക്ട്സ് വിതിൻ യുവർ ബ്രെയിൻ സ്റ്റെം. നമ്മുടെ ബ്രെയിൻ സ്റ്റെമ്മിൽ ഒരുപാട് ട്രാക്റ്റുകൾ കാണപ്പെടുന്നുണ്ട്, നെർവ് ട്രാക്ട്സ് കാണുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് എങ്ങനെയാണ് ഈ പറഞ്ഞ ന്യൂക്ലിയസ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അപ്പോൾ നെർവ് ട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്സ് ഉണ്ട്, അസെൻഡിങ് ട്രാക്ട്സ് ആൻഡ് ഡിസെൻഡിങ് ട്രാക്ട്സ്. അസെൻഡിങ് ട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസ് ഓർഗൻസിൽ നിന്ന് അല്ലെങ്കിൽ സെൻസറി ഇൻഫോർമേഷനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പാത്വേ ആണ് അല്ലെങ്കിൽ ട്രാക്റ്റിനെയാണ് അസെൻഡിങ് ട്രാക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ മോട്ടോർ ആയിട്ടുള്ള ഇൻഫോർമേഷനെ ക്യാരി ചെയ്യുന്നതാണ് ഡിസെൻഡിങ് ട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇനി അസെൻഡിങ് ട്രാക്സിൽ തന്നെ എക്സ്റ്റേണൽ ആർക്വേറ്റ് ഫൈബേഴ്സ്, ഇൻറ്റേർണൽ ആർക്വേറ്റ് ഫൈബേഴ്സ്, സ്പൈനോ സെറിബെല്ലാർ ട്രാക്റ്റ് ആൻഡ് സ്പൈനോ തലാമിക് ട്രാക്റ്റിനെ പറ്റി പഠിക്കാനുണ്ട്. സ്പൈനോ സെറിബെല്ലാർ ട്രാക്റ്റിൽ തന്നെ ആൻറ്റീരിയർ സ്പൈനോ സെറിബെല്ലാർ ട്രാക്റ്റും പോസ്റ്റീരിയർ സ്പൈനോ സെറിബെല്ലാർ ട്രാക്സും ഉണ്ട്. സ്പൈനോ തലാമിക് ട്രാക്സിൽ ആൻറ്റീരിയർ സ്പൈനോ തലാമിക് ട്രാക്റ്റ് ആൻഡ് ലാറ്ററൽ സ്പൈനോ തലാമിക് ട്രാക്സും കാണുന്നുണ്ട്. അപ്പോൾ 4 ടൈപ്സ് ഉണ്ടെന്ന് ഓർക്കുക: എക്സ്റ്റേണൽ ആർക്വേറ്റ് ഫൈബേഴ്സ്, ഇൻറ്റേർണൽ ആർക്വേറ്റ് ഫൈബേഴ്സ്, സ്പൈനോ സെറിബെല്ലാർ ട്രാക്റ്റ് ആൻഡ് സ്പൈനോ തലാമിക് ട്രാക്റ്റ്. ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഫൈബേഴ്സ് ഓർ ദ നെർവ് ട്രാക്ട്സ് അസോസിയേറ്റഡ് വിത്ത് ദ ന്യൂക്ലിയസ് ഗ്രേസിലീസ്. ന്യൂക്ലിയസ് ഗ്രേസിലീസുമായിട്ട് ബന്ധപ്പെട്ട നെർവ് ട്രാക്റ്റിനെ പറ്റിയാണ് ഫസ്റ്റ് പറയുന്നത്. അതായത് നമ്മുടെ ലോവർ ബോഡിയിൽ നിന്നുള്ള അല്ലെങ്കിൽ ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്നുള്ള സെൻസറി ഫൈബേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സെൻസറി ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത് ഫെസിക്കുലസ് ഗ്രേസിലീസ് വഴിയാണ്. അതായത് സ്പൈനൽ കോഡിൻ്റെ ഫെസിക്കുലസ് ഗ്രേസിലീസ് വഴി ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് നമ്മുടെ മെഡുല്ലയിലെ ന്യൂക്ലിയസ് ഗ്രേസിലീസുമായിട്ട് സിനാപ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്നുള്ള സെൻസറി ഫൈബേഴ്സ് സ്പൈനൽ കോഡിൻ്റെ ഗ്രേസിയൽ ഫെസിക്കിളിൽ കൂടെ അല്ലെങ്കിൽ ഫെസിക്കുലസ് ഗ്രേസിലീസിൽ കൂടെ മെഡുലയിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടുത്തെ ന്യൂക്ലിയസ് ഗ്രേസിലീസുമായിട്ട് സിനാപ്സ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്നുള്ള സെൻസറി ഇൻഫോർമേഷനാണ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ കളക്ട് ചെയ്യുന്നത് മെയിനായിട്ട് മെക്കാനോ റിസപ്റ്റേഴ്സാണ്. ഈ മെക്കാനോ റിസപ്റ്റേഴ്സ് എന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പോയിൻ്റ് ഡിസ്ക്രിമിനേഷൻ, അതായത് 2 പോയിൻറ്റ്സിനെ തമ്മിൽ വേർതിരിച്ച് അറിയാനായിട്ടുള്ള ആ ഒരു കഴിവ്, അതാണ് 2 പോയിൻ്റ് ഡിസ്ക്രിമിനേഷൻ. അതിനൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള മെക്കാനോ റിസപ്റ്റേഴ്സാണ് ഈ ഇൻപുട്ടിനെ റിസീവ് ചെയ്യുന്നത്. എവിടെ നിന്നാണ് റിസീവ് ചെയ്യുന്നത്? ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്ന് റിസീവ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇതിന് കോൺഷ്യസ് പ്രൊപ്രിയോസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഇൻഫോർമേഷൻ, അതിൻ്റെ ഇൻപുട്ടും റിസീവ് ചെയ്യുന്നത് ഈ ഒരു ട്രാക്റ്റിൽ കൂടെയാണ്. അതുപോലെ വൈബ്രേഷൻ ആൻഡ് ടച്ച് തുടങ്ങിയ ആ ഒരു സെൻസേഷൻസിനെ പറ്റിയുള്ള ഇൻപുട്ട് റിസീവ് ചെയ്യുന്നതും ഈ ഒരു ട്രാക്റ്റിൽ കൂടെയാണ്. അപ്പോൾ ഓർക്കുക, ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്നുള്ള സെൻസറി ഫൈബേഴ്സ് സ്പൈനൽ കോഡിൻ്റെ ഫെസിക്കുലസ് ഗ്രേസിലീസ് വഴി മെഡുല്ലയിലേക്ക് പോകുന്നു. എന്നിട്ട് അവിടുത്തെ ന്യൂക്ലിയസ് ഗ്രേസിലീസുമായിട്ട് സിനാപ്സ് ചെയ്യുന്നു. അപ്പോൾ ഇത് മെയിനായിട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏതൊക്കെ ടൈപ്പ് ഓഫ് സെൻസേഷൻസിനെയാണ്? 2 പോയിൻ്റ് ഡിസ്ക്രിമിനേഷൻ, കോൺഷ്യസ് പ്രൊപ്രിയോസെപ്ഷൻ, വൈബ്രേഷൻ ആൻഡ് ടച്ച്. അപ്പോൾ അതിൻ്റെ ഫിഗർ ഒന്നും കൂടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. 2 പോയിൻ്റ് ഡിസ്ക്രിമിനേഷനാണ് ഇവിടെ ഈ ഒരു ഫിഗറിൽ 2 പെൻസിൽസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ന്യൂക്ലിയസ് ഗ്രേസിലീസിനെ പറ്റിയാണ്. അതായത് നമ്മുടെ ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്നുള്ള സെൻസറി ഇൻപുട്ടിനെ റിസീവ് ചെയ്തിട്ട് ആ ഒരു ട്രാക്റ്റ് പാസ് ചെയ്യുന്നത് ന്യൂക്ലിയസ് ഗ്രേസിലീസിൽ കൂടിയാണെന്ന് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇനി അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്ന് വരുന്ന സെൻസറി ഇൻപുട്ടിനെ റിസീവ് ചെയ്യുന്നത് സ്പൈനൽ കോഡിൻ്റെ ഫെസിക്കുലസ് ക്യൂണിയേറ്റേഴ്സ് ആണ്. ആ ഫെസിക്കുലസ് ക്യൂണിയേറ്റേഴ്സിൽ നിന്നുള്ള നെർവ് ട്രാക്റ്റ് പിന്നീട് പോകുന്നത് മെഡുലയിലുള്ള ക്യൂണിയേറ്റ് ന്യൂക്ലിയസിലേക്കാണ്. അവിടെ പോയിട്ട് സിനാപ്സ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്നുള്ള സെൻസറി ഇൻപുട്ടിനെ റിസീവ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വെയർ ഡസ് ദ ഫൈബേഴ്സ് ഗോ ഫ്രം ന്യൂക്ലിയസ് ഗ്രേസിലീസ് ആൻഡ് ന്യൂക്ലിയസ് ക്യൂണിയേറ്റസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പർ പാർട്ട് ഓഫ് ദ ബോഡിയുടെയും ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്നുള്ള ഇൻഫോർമേഷൻ സെൻസറി ഇൻപുട്ട് സ്പൈനൽ കോഡ് വഴി നമ്മുടെ മെഡുല ഒബ്ലോങ്കേറ്റയിലെ ന്യൂക്ലിയസ് ഗ്രേസിലീസിലേക്കും ന്യൂക്ലിയസ് ക്യൂണിയേറ്റസിലേക്കുമാണ് പോകുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു. ഇനി ഈ ന്യൂക്ലിയസിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഇനി അടുത്തതായിട്ട് ഇതെവിടേക്കാണ് പോകുന്നതെന്നാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ദേ സ്പ്ലിറ്റ് ഇൻ ടു ഫൈബേഴ്സ് ദാറ്റ് ഗോസ് ത്രൂ ദ ഇൻഫീരിയർ സെറിബെല്ലാർ പിഡങ്കിൾ. അപ്പോൾ ഈ പറഞ്ഞ ഫൈബേഴ്സൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻഫീരിയർ സെറിബെല്ലാർ പിഡങ്കിൾ വഴി പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഈ ഫൈബേഴ്സിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ ആർക്വേറ്റ് ഫൈബേഴ്സ്. അപ്പോൾ ഇത് ഇൻഫീരിയർ സെറിബെല്ലാർ പിഡങ്കിൾ വഴി സെറിബെല്ലത്തിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു പാത്വേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂക്ലിയസ് ഗ്രേസിലീസിൽ നിന്നും ന്യൂക്ലിയസ് ക്യൂണിയേറ്റേഴ്സിൽ നിന്നും ചെല്ലുന്ന ഫൈബേഴ്സ് ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻഫീരിയർ സെറിബെല്ലാർ പിഡങ്കിൾ വഴി എൻ്റർ ചെയ്യുന്നത് സെറിബെല്ലത്തിലേക്കാണ്. ഈ ഫൈബേഴ്സിനെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ ആർക്വേറ്റ് ഫൈബേഴ്സ്. നെക്സ്റ്റ് ഇതുപോലെ തന്നെ ഇൻറ്റേർണൽ ആർക്വേറ്റ് ഫൈബേഴ്സും കാണുന്നുണ്ട്. അതായത് ഈ ഫൈബേഴ്സ് ക്രോസ് ഓവർ ചെയ്തിട്ട് അത് ഡിക്യൂസേറ്റ് ചെയ്യുന്നതിനെയാണ് ഡിക്യൂസേഷൻ ഓഫ് ലെമിനിസ്കൈ എന്ന് പറയുന്നത്. അപ്പോൾ അത് വൺസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത പാത്വേ എന്ന് പറഞ്ഞാൽ അത് CNSലേക്ക് അസെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് മീഡിയൽ ലെമിനിസ്കൈ ആയിട്ടാണ് CNSലേക്ക് അസെൻഡ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഡൈൻസെഫലൺ വഴി നമ്മുടെ പ്രൈമറി സൊമാറ്റോ സെൻസറി കോർട്ടെക്സിലേക്കാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ ഒന്നും കൂടെ പാത്വേ നോക്കണം. ഈ ഒരു ഫൈബേഴ്സ് തമ്മിൽ ക്രോസ് ഓവർ ചെയ്യുന്നതിനെയാണ് ഇൻറ്റേർണൽ ആർക്വേറ്റ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. അത് ഡിക്യൂസേറ്റ് ചെയ്തിട്ട് ഡിക്യൂസേഷൻ ഓഫ് ലെമിനിസ്കൈ ഫോം ചെയ്യുന്നു. എന്നിട്ട് അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ CNSലേക്ക് മീഡിയൽ ലെമിനിസ്കൈ ആയിട്ടായിരിക്കും പാസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡൈൻസെഫലൺ വഴി പ്രൈമറി സൊമാറ്റോ സെൻസറി കോർട്ടെക്സിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇനിയുള്ളതാണ് സ്പൈനോ സെറിബെല്ലാർ ട്രാക്റ്റ്. 2 സ്പൈനോ സെറിബെല്ലാർ ട്രാക്ട്സ് ഉണ്ട്, ആൻറ്റീരിയർ സ്പൈനോ സെറിബെല്ലാർ ട്രാക്റ്റ് ആൻഡ് പോസ്റ്റീരിയർ സ്പൈനോ സെറിബെല്ലാർ ട്രാക്റ്റ്. അപ്പോൾ നമ്മൾ അതിനെ പറ്റിയാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പോസ്റ്റീരിയർ സ്പൈനോ സെറിബെല്ലാർ ട്രാക്റ്റിനെ പറ്റി നോക്കാം. അപ്പോൾ ഈ ട്രാക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇൻഫീരിയർ സെറിബെല്ലാർ പിഡങ്കിൾസുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടാണ് ഈ നെർവ് ട്രാക്ട്സ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇൻഫീരിയർ സെറിബെല്ലാർ പിഡങ്കിൾ വഴി സെറിബെല്ലത്തിലേക്കാണ് അതിൻ്റെ പാത്വേ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ പോസ്റ്റീരിയർ സ്പൈനോ സെറിബെല്ലാർ ട്രാക്റ്റിനെ പറ്റി പറയുമ്പോൾ അത് ഇൻഫീരിയർ സെറിബെല്ലാർ പിഡങ്കിൾസുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് കാണുന്ന നെർവ് ട്രാക്ട്സ് ആണ്. അത് ഇൻഫീരിയർ സെറിബെല്ലാർ പിഡങ്കിൾ വഴി സെറിബെല്ലത്തിലേക്കാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റീരിയർ സ്പൈനോ സെറിബെല്ലാർ ട്രാക്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു പാത്വേ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ മെഡുല ഒബ്ലോങ്കേറ്റ വഴി പോൺസിലേക്ക് പോകുന്നു. അതുവഴി അത് മിഡ് ബ്രെയിനിലേക്ക് പോകുന്നു. മിഡ് ബ്രെയിനിൽ നിന്ന് അത് സുപ്പീരിയർ സെറിബെല്ലാർ പിഡങ്കിൾസ് വഴിയാണ് സെറിബെല്ലത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റീരിയർ സ്പൈനോ സെറിബെല്ലാർ ട്രാക്റ്റ് മെഡുല ഒബ്ലോങ്കേറ്റ വഴി പോൺസിലേക്ക് അസെൻഡ് ചെയ്യുന്നു. ദെൻ അത് മിഡ് ബ്രെയിനിലേക്ക് പോകുന്നു. മിഡ് ബ്രെയിനിൽ നിന്ന് അത് സുപ്പീരിയർ സെറിബെല്ലാർ പിഡങ്കിൾസ് വഴി സെറിബെല്ലത്തിലേക്ക് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഈ ട്രാക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് പ്രൊപ്രിയോസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ട്രാക്സിൻ്റെ ഫങ്ഷൻ കാണുന്നത്. പ്രൊപ്രിയോസെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസ്ചർ, അതുപോലെ നമ്മുടെ മൂവ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ ആ ഒരു ഫീച്ചറിനെയാണ് നമ്മൾ പ്രൊപ്രിയോസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അൺകോൺഷ്യസ് ആയിട്ടുള്ള പ്രൊപ്രിയോസെപ്ഷനെ കൺട്രോൾ ചെയ്യുന്ന ട്രാക്സാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പൈനോതലാമിക് ട്രാക്റ്റിൽ തന്നെ ആൻറ്റീരിയർ സ്പൈനോതലാമിക് ട്രാക്റ്റും ലാറ്ററൽ സ്പൈനോതലാമിക് ട്രാക്റ്റും കാണുന്നുണ്ട്.
ഈ ട്രാക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ബ്രെയിനിൻ്റെ പ്രൈമറി സൊമാറ്റോ സെൻസറി കോർട്ടെക്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ട്രാക്സ് മുകളിലേക്ക് അസെൻഡ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്പൈനൽ ലെമിനിസ്കസ്. അപ്പോൾ അത് നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ കോൺഷ്യസ് ആയിട്ടുള്ള സെൻസറി ഇൻഫോർമേഷനെ പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് പെയിൻ, ടെമ്പറേച്ചർ, പ്രഷർ, ടച്ച് തുടങ്ങിയ സെൻസേഷൻസിനെയാണ് അത് നമുക്ക് തരുന്നത്. അപ്പോൾ സ്പൈനോതലാമിക് ട്രാക്സിൽ തന്നെ ആൻറ്റീരിയർ സ്പൈനോതലാമിക് ട്രാക്റ്റും ലാറ്ററൽ സ്പൈനോതലാമിക് ട്രാക്റ്റുമാണ് കാണുന്നത്. അത് രണ്ടും അസെൻഡ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്പൈനൽ ലെമിനിസ്കസ്. അത് നമ്മുടെ പ്രൈമറി സൊമാറ്റോ സെൻസറി കോർട്ടെക്സിലേക്ക് എത്തിച്ചേരുന്നു. ഇനി ഇപ്പോൾ പഠിച്ച അസെൻഡിങ് ട്രാക്സിനെ കുറിച്ചുള്ള ഒരു സമ്മറിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ എക്സ്റ്റേണൽ ആർക്വേറ്റ് ഫൈബേഴ്സ്, ഇൻറ്റേർണൽ ആർക്വേറ്റ് ഫൈബേഴ്സ്, സ്പൈനോ സെറിബെല്ലാർ ട്രാക്റ്റ് ആൻഡ് സ്പൈനോതലാമിക് ട്രാക്റ്റ് ഇത്രയും ട്രാക്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസെൻഡിങ് ട്രാക്സിനെ കുറിച്ചാണ് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്.